വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. നഷ്ടപരിഹാരം കൂട്ടി നൽകണമെന്നും മകൾക്ക് സർക്കാർ ജോലി വേണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ലിൻഡോ തോമസ് വയനാട്ടിൽ നിന്നും ചേരുകയാണ്. ലിൻഡോ, എന്തായാലും ഒരു ജീവൻ കൂടി കാട്ടാനക്കലിയിൽ നഷ്ടമായിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അവരുടെ ആവശ്യം എന്താണ്? മറ്റ് ആവശ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഈ മകൾക്ക് ജോലി അടക്കമുള്ള ആവശ്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ആക്രമണത്തിൽ ജെസ്സി എന്ന സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഈ ഉപരോധം, നാട്ടുകാരുടെ ഉപരോധം തുടരുകയാണ്. പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ശാശ്വതമായ പരിഹാരം കാണാതെ ഈ ഉപരോധം അവസാനിക്കില്ല എന്നാണ് പറയുന്നത്. പ്രധാനമായും വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവർക്ക് മൂന്ന് പെൺകുട്ടികളടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയാണ്. ഇവർക്ക് വനം വകുപ്പ് നിലവിൽ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും ആ ധനസഹായം പോരാ എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 50 ലക്ഷം രൂപയെങ്കിലും ധനസഹായമായി നൽകണം. കാരണം ഈ ജെസ്സി എന്ന സ്ത്രീയുടെ ജോലി ലഭിക്കുന്ന വേതനം കൊണ്ടായിരുന്നു ആ കുടുംബം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ സാഹചര്യത്തിൽ ആ കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്ന ജെസ്സിയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് തക്കതായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ DFO ഇപ്പോൾ ഈ സമരസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. DFOയുമായുള്ള ചർച്ച നടത്താനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ DFO ആളുകളുമായി ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഈ ഉപരോധം ഏതെങ്കിലും തരത്തിൽ ഒരു കൃത്യമായ തീരുമാനത്തിലെത്താതെ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ഉറച്ചിരിക്കുന്നത്. ഇപ്പോൾ മേപ്പാടി ടൗണിൽ വാഹനങ്ങളടക്കം തടഞ്ഞുകൊണ്ട് റോഡിന് നടുക്ക് ഇരുന്നുകൊണ്ടാണ് ഈ ഉപരോധം നടക്കുന്നത്. ഇപ്പോൾ ഈ DFOയുമായി ചർച്ച നടത്തുകയാണ്. ചർച്ചയിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. DFO ഇവിടെ എത്തിയിരിക്കുന്നു, ഈ സമര സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവരുമായി ഈ സമരക്കാരുമായി സംസാരിക്കുകയാണ്. എന്തായാലും ഈ നിരന്തരം ഈ വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ്. പലപ്പോഴും പല രീതിയിൽ ആളുകൾക്ക് അവിടെ അപകടമുണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലൊന്നും വനം വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപം ജനങ്ങൾക്കുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അവിടെ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലെങ്കിലും കൃത്യമായ ഇടപെടൽ ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിലവിൽ DFO സൗത്ത് DFO ആയിട്ടുള്ള ആഷിക്കുമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാതി. ലിൻഡോ, എന്തായാലും ഇപ്പോൾ ചർച്ച ആ തരത്തിൽ പുരോഗമിക്കുകയാണ്. DFOയോട് നാട്ടുകാർ എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ പറഞ്ഞ പോലത്തെ ആവശ്യങ്ങളാണോ? അതുപോലെ തന്നെ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകണമെന്നാണോ? ഇനി അവിടെ ജീവിക്കുന്ന ആളുകളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമോ? എന്താണ് നാട്ടുകാരും DFOയും തമ്മിലുള്ള സംസാരം? തീർച്ചയായും സ്വാതി, നിലവിൽ വലിയ വന്യമൃഗ ആക്രമണം വലിയ രീതിയിലുള്ള ഒരു പ്രദേശമാണ് അവിടെ. അപ്പം ശാശ്വതമായ ഒരു ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടും വനവകുപ്പ് അത് ചെയ്യാൻ വനവകുപ്പ് തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ള ശാശ്വതമായ പരിഹാരം ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിന്നും ഉണ്ടാവണം എന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം ഈ കുടുംബത്തിന്റെ സാഹചര്യം ഈ സാധാരണ കുടുംബമാണ്. ഈ സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏക അത്താണിയായിരുന്നിട്ടുള്ള ജെസ്സിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ കുടുംബത്തിന് ഇപ്പോൾ 10 ലക്ഷം രൂപ വനം വകുപ്പ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം താൽക്കാലികമായി ഒരു വനം വകുപ്പിൽ ഒരു കുടുംബത്തിലൊരാൾക്ക് ജോലി നൽകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. സാധാരണ കുടുംബമാണ്. ആ സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 50 ലക്ഷം രൂപയെങ്കിലും ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒപ്പം കുടുംബത്തിലെ ഏതെങ്കിലും മക്കൾക്കൊരാൾക്ക് സർക്കാർ ജോലി, സ്ഥിരമായ സർക്കാർ ജോലി നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. DFOയുടെ പ്രതികരണം ലഭ്യമാണോ? DFO നാട്ടുകാരോട് എന്താണ് പറയുന്നത്? ഒന്ന് DFOയുടെ പ്രതികരണത്തിലേക്ക് കൂടി കടക്കാം. രാത്രി നമ്മളവിടെ പെട്രോളിംഗ് ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ നിരീക്ഷണത്തിന് അവിടെ ആൾക്കാർ ഏർപ്പെടുത്തുന്നുണ്ട്. ഇനി ഇങ്ങനെ ആന പറഞ്ഞ അപ്പത്തിന് ഓടിച്ചിടാൻ വേണ്ടി ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ആൾറെഡി ആവശ്യമാണെങ്കിൽ നമുക്ക് അതിനെ പിടിക്കാം.
ആന ചവിട്ടിക്കൊന്നെന്ന് പറഞ്ഞത്. ഇതിന്റെ മുൻപ് ആന എരുമപ്പലി ചവിട്ടിക്കൊന്നെന്ന് പറഞ്ഞാല് എന്നിട്ട് 2 കുങ്കിയാലിനെ ഇവിടെ കൊടുത്തിട്ട് 4 ദിവസം കറക്കിങ്ങാണ്ടാണ് കൊണ്ടുപോയതാണ്. ഈ ആനെ ഇവിടെ ബാക്ക് ഇവിടെ വെച്ച് കൊണ്ടുപോകണം. ഇന്നലെ നിങ്ങൾ ഓഫീസിലേക്ക് അവിടെയുള്ള വ്യക്തികൾ ഫോൺ ചെയ്തിട്ടുണ്ട് ആന ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പച്ചക്കാട് ഭാഗത്ത് അവിടെ സ്റ്റാഫ് പോയിട്ടുണ്ട്. എല്ലാരും കൂടെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാരും കൂടെ ഇങ്ങനെ ചെയ്യില്ല. ഈ തഹസിൽദാരോട് ചോദിച്ചപ്പോഴേ അല്ല ഒരു മിനിറ്റ് ഒന്നും തഹസിൽദാരോട് ഇപ്പൊ ചോദിച്ചപ്പോ തഹസിൽദാർ പറഞ്ഞ കാര്യം ഈ കലക്ടർ ഈ 30-ാം തീയതി യോഗം വിളിച്ചുകൊണ്ട് വരേണ്ടതില്ല, DF വരുന്നുണ്ട്. അപ്പോ അവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ സാർക്ക് ഇവിടെ ഈ കാര്യത്തിൽ ആനയെ അവിടുന്ന് ഈ ആനയെ ആളുകളെ കൊല്ലുന്ന ആനയെ മയക്ക് വെടി വെച്ച് പിടിച്ച് അതിനെ ആനപ്പന്തിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം സാറിന് പറയാൻ കഴിയോ ഇല്ലെങ്കിൽ തുടർ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു കാര്യത്തെ അതിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മുടെ ആറാട്ടി 2-3 ടീമുകൾ അവിടെ ഉണ്ട്. അവർ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ പോയി പരിശോധിക്കാം. ആന ഒരു വയലന്റ് ആയിട്ട് ഇനി അക്രമകാരിയായിട്ടാണ് നിങ്ങൾ അതിനെ പിടിച്ചു മാറ്റും. ഓരോ ജീവൻ പോകുമ്പോഴും ഇനി ഞങ്ങൾ ഇനി അതൊരു തീരുമാനമല്ല, അതൊരു വാക്യമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് സാർക്ക് പറയാൻ കഴിയും ഇവിടെ പോണ്ട. സാറ് പറഞ്ഞ ഒരു യുക്തി ഇല്ലാത്ത കാര്യം ഒരാളെ കൊന്ന ആന ഇനി അത് റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു അപകടമാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ സമരത്തിന്റെ ആള് എന്നുള്ള നിലക്ക് ഈ സമരത്തിന്റെ ഉദ്ദേശം ഒറ്റ കാര്യമുള്ളൂ. വളരെ ക്ലിയർ ആയി പറഞ്ഞോട്ടെ. ഒറ്റ കാര്യമുള്ളൂ. ഈ സമരം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ അടിക്കണം. എന്ത് ഈ ആനേനെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകും എന്നുള്ള ഗവൺമെന്റ് സീല് പതിച്ച ഓർഡർ ഞങ്ങളെ കാണിച്ചാലേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുള്ളൂ. മറ്റൊരു ചർച്ചക്കും ഇവിടെ പ്രസക്തിയില്ല. വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും വേണം. അവർക്ക് സ്ഥിരമായ ജോലി 25 ലക്ഷമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ 25 ലക്ഷം സാറ് ഉറപ്പിന്റെ മേലേക്ക് ഇപ്പൊ അയാൾ പേഷ്യന്റ് ഷാജി ഭർത്താവ് പറഞ്ഞ രോഗിയാണ്, നിത്യരോഗിയാണ്. ഇപ്പൊ 3 പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് 25 ലക്ഷമാണ് ഞങ്ങൾ. 5-10 ലക്ഷം കൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു. ഇപ്പൊ സർക്കാർ ഉത്തരവ് പ്രകാരം നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നത് 14 ലക്ഷം രൂപയാണ്. 5 ലക്ഷം അത് ഇന്ന് തന്നെ കൊടുക്കും. ബാക്കിയുള്ള പൈസ നിങ്ങൾ പറഞ്ഞ പോലെ 25 ലക്ഷത്തിന്റെ പൈസ നമ്മൾ സർക്കാരിലോട്ട് റിപ്പോർട്ട് ചെയ്യും. സർക്കാർ തീരുമാനിച്ച് അനുവദിക്കുന്നതാണ്. 14 ഉറപ്പായിട്ടും അല്ല 5 ഇന്ന് തന്നെ കൊടുക്കും. രണ്ടാമത് ജോലി. ഇപ്പൊ നമുക്ക് എന്റെ നിലയിൽ എനിക്ക് ഇവിടുന്ന് ഈ ഓഫീസിൽ കൊടുക്കാൻ പറ്റുന്നത് താൽക്കാലിക ജോലിയാണ്. സ്ഥിരപ്പെടുത്താൻ വേണ്ടി നമ്മൾ സർക്കാരിലോട്ട് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പറയാം. ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെയുള്ള ഈ റേഞ്ചർ ഓഫീസറോടും അതേപോലെ ഡെപ്യൂട്ടിയോടും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാം. ഈ നാട്ടിനകത്ത് ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഞങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഈ ഭാഗത്ത് ആന ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഇവർ പറയട്ടെ. ഇവർ ഞങ്ങൾ സഹകരിച്ചിട്ട് തന്നെയാണ് ഈ നാട്ടിനകത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ലാസ്റ്റ് ഈ ഏറ്റവും അവസാനം മരണപ്പെട്ടത് അട്ടമല ഉന്നതിയിലുള്ള ഞങ്ങളൊരു സഹോദരൻ. ആ സമയത്തും ഇതേപോലെ തന്നെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആനേനെ ആന പ്രകോപിതനാകുണ്ടെങ്കിൽ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോകുന്നൊക്കെ. ഇതിന് അങ്ങനത്തെ ഒരു സ്കോപ്പില്ല. നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ കംപ്ലീറ്റ് കേട്ടു. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ആനേനെ പൂർണ്ണമായിട്ടും ഇവിടുന്ന് തുരത്തണം. അത് ഞങ്ങളെ ജീവനും ഞങ്ങളെ സ്വത്തിനും സംരക്ഷണം നൽകുന്നതോടൊപ്പം തന്നെ നാളെ നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഇത് ആക്രമിക്കൂലെന്ന് എന്തെങ്കിലും ഉറപ്പ്? ഇവര് നിങ്ങൾ പറഞ്ഞതുപോലെ രാവിലെ മുതൽ രാത്രി വരെ ഇവര് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇല്ലാന്നൊന്നും ഞങ്ങൾ പറയണില്ല. ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കൃത്യമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ സംഭവം ശരിയാ. പക്ഷെ ഇവരെ ജീവനും സംരക്ഷണം വേണ്ടല്ലോ. അതിന് ഈ ആനേനെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകാൻ എന്നല്ലാതെ വേറൊരു വഴിയില്ല. പറയട്ടെ. നിങ്ങൾ പറഞ്ഞത് 5 മരണം ഈ ആന കൊണ്ടാണ്. അത് ഈ ആന തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നക്കാരനെ ആനയാണെങ്കിൽ അതിനെന്തായാലും നമ്മൾ പിടിച്ചു മാറ്റും. അത് ഉറപ്പ് വരുന്നു. ഈ ആന തന്നെയാണെങ്കിൽ
പേപ്പറിലാക്കിയിട്ട് ഗവൺമെന്റ് സീല് എനിക്കിപ്പോ അതിന് റിപ്പോർട്ട് സമർപ്പിക്കാനാ പറ്റുന്നത്. സാർ ഒരു കാര്യം ചെയ്യാം. ഒറ്റ കാര്യം, ഒരു മിനിറ്റ് സാർ ഒരു കാര്യം ചെയ്തോ. ഒരു മിനിറ്റ് സാറ് മാറി നിന്നിട്ട് സാറിന് ആലോചിക്കാനുള്ള ശരി ലിൻഡോ, എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് വയനാട്ടിൽ നടക്കുന്നത്. കാട്ടാനക്കലിയിൽ ഒരു ജീവൻ നഷ്ടമായതിൽ ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. DFO സ്ഥലത്തെത്തി. DFOയും നാട്ടുകാരും തമ്മിൽ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണ്. DFOയോട് ആനയെ മയക്കുവെടി വെക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു നാട്ടുകാർ.